Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റൽ ഡിഷ് ആയിട്ടുള്ള ചിക്കൻ ആൻഡ് മഷ്റൂമിന്റെ റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്രീമി ചിക്കൻ്റെ റെസിപ്പികൾക്കെല്ലാം നല്ലൊരു റെസ്പോൺസ് ആണ് കിട്ടിയത്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ വേറൊരു ക്രീമി ചിക്കൻ റെസിപ്പി ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ചിക്കൻ ആൻഡ് മഷ്റൂമിൻ്റെ റെസിപ്പിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റൽ ഡിഷാണ്. അതുമാതിരി തന്നെ വളരെ ക്രീമിയും ജ്യൂസിയും ടെൻഡറുമായിട്ടുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് നോക്കുന്നവർക്ക് വളരെ നല്ലൊരു ചോയ്സ് തന്നെയാണ്. കാരണം നിങ്ങൾക്കറിയാവുന്ന മാതിരി ചിക്കൻ ഓൾറെഡി പ്രോട്ടീൻ ആണ്, അതുമാതിരി തന്നെ നമ്മളുടെ മഷ്റൂമും ഹൈ പ്രോട്ടീൻ ഉള്ള ഐറ്റം ആണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും തന്നെ വളരെ ടേസ്റ്റിയും ഹൈ പ്രോട്ടീനും ഉള്ള ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിരിക്കേണ്ട നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് പ്രിപ്പറേഷൻ ആരംഭിക്കാം. ആദ്യമായി തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ചിക്കൻ തൈസ് വിത്ത് സ്കിന്നാണ്. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ചിക്കൻ ഒരു ബോളിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇറ്റാലിയൻ ഹെർബ്സ്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ, ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തായി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഒരു സ്കില്ലറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഓയിലും പാനും നന്നായി ചൂടായതിനു ശേഷം നമ്മളുടെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മളിന്ന് ചിക്കൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ ഓരോ സൈഡും 5 മിനിറ്റ് നേരമാണ്. സെറ്റ് ദ ടൈമർ ഫോർ 5 minutes. ഗൈസ്, നമ്മളുടെ ചിക്കൻ്റെ ഒരു സൈഡ് നമ്മൾ 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ എത്തി കഴിയുമ്പോഴാണ് നമുക്കിത് മറിച്ചിടേണ്ടത്. അടുത്തായി നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കൂടെ ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മളുടെ ചിക്കൻ്റെ രണ്ടാമത്തെ സൈഡ് നമ്മൾ 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഗൈസ്, അടുത്തായിട്ട് നമുക്ക് സെയിം പാനിലേക്ക് തന്നെ 1.5 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക് ഇടാം. ഗാർലിക് ഇട്ടതിന് ശേഷം നമുക്കിതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നിന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ മതി നമ്മുടെ ഗാർലിക് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് നന്നായി ചോപ്പ് ചെയ്ത 2 സവോള ഇതിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒനിയനൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഒനിയൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത മഷ്റൂംസ് ഇടാം. നമ്മൾ ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത് സ്ലൈസ് ചെയ്തെടുത്ത 250 ഗ്രാം ബട്ടൺ മഷ്റൂംസ് ആണ്. മഷ്റൂം ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിൻ്റെ ലിഡ് വെച്ച് നമ്മുടെ മഷ്റൂം നന്നായിട്ട് കുക്കാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ മഷ്റൂം ഇവിടെ നല്ല രീതിയിൽ കുക്കായി നമ്മൾ ഇട്ടതിൻ്റെ പകുതി ആയിട്ടുണ്ട്. ഇത്ര എത്തിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 കപ്പ് ഹെവി ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ക്രീം, അത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഇറ്റാലിയൻ ഹെർബ്സ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തായി നമ്മൾ ഒഴിച്ച ക്രീം നന്നായി തിളച്ച് തിക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഒഴിച്ച് ക്രീം തിളച്ച് കഴിയുമ്പോൾ നേരത്തെ ഗ്രില്ല് ചെയ്ത ചിക്കൻ കൂടെ ഇതിലേക്ക് വെച്ച് സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മറിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഫുള്ള് കാണാനായിട്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആദ്യമായി തന്നെ നമ്മൾ ഈ റെസിപ്പിക്ക് ഇന്ന് ഉപയോഗിക്കുന്നത് ചിക്കൻ തൈസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ ഹോൾ ചിക്കനോ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിക്കൻ തൈസ് ആകുമ്പോൾ കുറച്ചും കൂടെ ജ്യൂസി ആയിട്ടും ടെൻഡർ ആയിട്ടിരിക്കാനായിട്ട് അത് വളരെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങളൊരു ഹെൽത്തി വേർഷനാണ് നോക്കുന്നതെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ചിക്കൻ ആയാലും നിങ്ങൾക്ക് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേമാതിരി തന്നെ ഈ ഡിഷ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ വിത്ത് സ്കിന്നാണ്. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിലും നമ്മൾ ചിക്കൻ വിത്ത് സ്കിന്നാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ചിക്കൻ സ്കിന്ന് കഴിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കിൻലെസ് ആയിട്ടുള്ള ചിക്കനും നിങ്ങൾക്ക് ഈ റെസിപ്പിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുമാതിരി
തന്നെ ഈ റെസിപ്പിക്കകത്ത് നമ്മൾ ഇന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് 5 മിനിറ്റ് വീതമാണ് ഓരോ സൈഡും. ആ സെയിം ടൈം തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് നേരം സിമ്മറിലും കുക്ക് ചെയ്യുന്നുണ്ട്. ഈ സെയിം ടൈമിങ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജ്യൂസിയും ടെൻഡറുമായിട്ടുള്ള ഒരു ചിക്കൻ ഡിഷ് കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഏത് ഐറ്റംസ് കുക്ക് ചെയ്യുമ്പോഴും കുക്കിംഗ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബീഫ് ആയാലും ചിക്കൻ ആയാലും ലാമ്പ് ആയാലും ഗോട്ട് ആയാലും ഈവൻ വെജിറ്റബിളിൽ പോലും അതിൻ്റെതായ കുക്കിംഗ് ടൈം ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന വഴി നമുക്ക് റെസിപ്പി കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഹെവി ക്രീമാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈവൻ നിങ്ങൾക്ക് മിൽക്ക് അടക്കം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾ മിൽക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്ത് നമ്മളുടെ മിൽക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്ത് തിക്കാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കേസ് അതുമാതിരി തന്നെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാവുന്ന മാതിരി ഇതൊരു ഫ്രീ ആണ്. പക്ഷെ അത് നമ്മളുടെ ചാനലിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കൂടുതൽ ആൾക്കാരിൽ എത്തുവാനായിട്ടും നമ്മളുടെ കൂടുതൽ റീച്ച് കിട്ടാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സിമ്മറിൽ 10 മിനിറ്റ് നേരം നമ്മളുടെ ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ സോസൊക്കെ അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ സോസ് നന്നായിട്ട് തിക്കായില്ല എന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ ലിഡ് മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു 4-5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോസ് നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് സോസ് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പാർസ്ലി ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചോപ്പ് ചെയ്തിട്ടാലും മതി. അപ്പോൾ നമ്മളുടെ ചിക്കൻ മഷ്റൂം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മളുടെ ചിക്കൻ നല്ല സൂപ്പർ ജ്യൂസി നല്ല ടെൻഡറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ സോസ് ആണെന്നുണ്ടെങ്കിൽ വളരെ തിക്കായിട്ട് വെൽവെറ്റി ടെക്സ്ചറിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ സോസിനുള്ളത്. സോസിൻ്റെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം നമുക്ക് എരിവില്ല. പക്ഷേ നമ്മളുടെ ഇറ്റാലിയൻ ഹെർബ്സിന് നല്ല ഫ്ലേവർ ഉണ്ട്. അതുമാതിരി നമ്മളുടെ മഷ്റൂമിൻ്റെ ആ പ്രത്യേക ടേസ്റ്റ് പ്ലസ് നമ്മളുടെ ചിക്കൻ്റെ എല്ലാം കൂടെ കൂടിയിട്ട് വളരെ അടിപൊളി ടേസ്റ്റാണ്. വളരെ ക്രീമിയാണ്. ഈ ഡിഷുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുമാതിരത്തെ ടേസ്റ്റുള്ള ഡിഷുകളൊക്കെ ഉണ്ടല്ലോ എന്ന്. ഈ ഒരു ഡിഷ് നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനായിട്ട് മറക്കാതിരിക്കുക. ഗൈസ്, അതുമാതിരി എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇതുമാതിരത്തെ കോണ്ടിനെൻ്റൽ ഡിഷുകൾ കാണാനാണോ അതോ പക്ക നാടൻ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡ് കാണാനാണോ താല്പര്യം? അത് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ എന്നെ എഴുതി അറിയിക്കുക. അതനുസരിച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ മോസ്റ്റ്ലി നമ്മളുടെ കോണ്ടിനെൻ്റൽ ഡിഷുകൾ അപ്ലോഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ഫുഡ് ചെയ്യുന്ന ഒത്തിരി യൂട്യൂബർമാരുണ്ട്. എന്നെ സംബന്ധിച്ച് കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അതേമാതിരി തന്നെ വേറെ ആൾക്കാർ ചെയ്യാത്തതുമായിട്ടുള്ള വീഡിയോസ് ചെയ്യാനാണ് താല്പര്യം. പക്ഷേ നിങ്ങൾക്ക് നാടൻ ഫുഡാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡാണ് കാണാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുള്ളൂ. എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, until I see you with a different video. Bye bye.